2000 രൂപ ഒരു ശവശരീരത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് 2000 രൂപ. തീർച്ചയായിട്ടും ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഇതുവരെ അങ്ങനെ പറയുന്നില്ല. തുച്ഛമായിട്ടാണ് ഏതെങ്കിലും പ്രയോജനമുള്ള വീഡിയോ മാത്രമേ ഷെയർ ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക തന്നെ വേണം. അധികാരികൾ അറിയണം, ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് മനസ്സിലാക്കണം. വേറൊന്നുമല്ല, നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പോലീസിൻ്റെ എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് അവർ ക്യാമറമാന്മാരെ വിളിക്കും. ആ ക്യാമറമാൻ വന്നിട്ട് 2-4 ഫോട്ടോ, 8 ഇഞ്ചിൻ്റെ 4 ഇഞ്ചിൻ്റെ 2-4 ഫോട്ടോ എടുക്കുന്നതിന് ഒരു ശവശരീരത്തിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നത് 2000 രൂപയാണ് മേടിക്കുന്നത്. 2000 രൂപ. 150 രൂപയ്ക്ക് 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടുന്ന നമ്മുടെ നാട്ടിലാണ് ഈ 4 ഫോട്ടോ എടുക്കുന്നതിന് 2000 രൂപ മേടിക്കുന്നത്. ഇവർക്കറിയാം ഇതിനകത്തങ്ങ് ആരും ചോദ്യം ചെയ്യത്തില്ലെന്നും ഈ അവസരങ്ങളിൽ വിലപേശാൻ നിൽക്കത്തില്ലെന്നും ഇങ്ങനത്തുള്ള ഒരു സാഹചര്യത്തിൽ ഇവർ ചോദിക്കുന്ന പണം കൊടുത്തിട്ട് ഈ പാവപ്പെട്ട ആൾക്കാർ പോകുമെന്ന് ഇവർക്ക് അറിയാവുന്നതിൻ്റെ കൊള്ളത്തരമാണ് ഈ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പോലീസ് അധികാരികൾ ഇത് മനസ്സിലാക്കണം. അവരുടെ ഒക്കെ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം, ഷെയർ ചെയ്യുക തന്നെ വേണം. ഇത് നമുക്ക് അനുഭവം വരുമ്പോൾ മാത്രമേ തീർച്ചയായിട്ടും പഠിക്കത്തുള്ളൂ. എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ഫ്രീസർ സൗകര്യം, അവിടുത്തെ ഫ്രീസറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ശവശരീരങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമെന്ന്. അതിനകത്ത് എഴുതി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് അവിടെ ശവശരീരം കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഫ്രീസർ അപ്പുറത്തുനിന്ന് പണി നടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇപ്പുറം കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. അത് നന്നാക്കി വെക്കാൻ വേണ്ടിയിട്ട് ജില്ലാ ആശുപത്രിയിലെ ഭരണകൂടത്തിന് ഇതേവരെ സാധിച്ചിട്ടില്ല. അവിടെ വരുന്ന ഡെഡ് ബോഡികൾ അവർ ഒന്നെങ്കിൽ പാരിപ്പള്ളിയിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കരയ്ക്ക്, അല്ലെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് അവിടെ വരെ ആംബുലൻസ് ഓടണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 1500, 2000, 2500 രൂപയൊക്കെ ചിലവ് വരും. ആ ചിലവ് വരുന്ന കാശ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ മതിയെന്ന് നമുക്ക് തോന്നിപ്പോകുന്നതല്ല. മറ്റ് ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർമാർ പറയും. കാരണം വെച്ചാൽ അവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപയേ ഉള്ളൂ. 600 രൂപ വണ്ടി കൂലിയും കൂടെ ചേർത്ത് 1600 രൂപ ആകുള്ളൂ. നേരെ മറിച്ച് ഇവർ വിടുന്ന പാരിപ്പള്ളിയിലോ കൊട്ടാരക്കരയോ കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ 12,000 രൂപ വണ്ടിക്കൂലിയാവും. അതുകൂടാതെ പിറ്റേ ദിവസം ആ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ആംബുലൻസ് വിളിക്കണം, തിരിച്ചുവിടുക പറഞ്ഞു. ഏതാണ്ട് 10,000-6,000 രൂപയ്ക്ക് മേളിൽ ചിലവ് വരും. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനെ, പാവപ്പെട്ടവൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർ കുറേ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അത്യാഹിത മരണങ്ങൾ, അപകട മരണങ്ങൾ, ആത്മഹത്യ, ഇങ്ങനെയുള്ള മരണങ്ങളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ ഡെഡ് ബോഡിയായിട്ട് ചെല്ലുന്ന അവരുടെ വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ നിന്നും കൊള്ള തരത്തിലുള്ള പണം പിരിപ്പ് ഇവിടെ നടക്കുകയാണ്. തീർച്ചയായിട്ടും അത് അധികാരികൾ അറിയണം, പോലീസ് അധികാരികൾ അറിയണം. ഇതിനൊരു കടിഞ്ഞാനുണ്ടാക്കണം. 2 ഫോട്ടോ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. 150 രൂപ എടുത്താൽ 8 പാസ്പോർട്ട് ഫോട്ടോ കിട്ടുന്ന നമ്മുടെ നാട്ടിൽ 4 ഫോട്ടോ എടുക്കുന്ന 2000 രൂപ വാങ്ങിക്കുന്ന കൊള്ളത്തരം. ഇത് കഴുത്തറുക്കുന്ന പണിയാണ്. അതുപോലെ തന്നെ ഒരു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ വേറെ സംഭവമുണ്ട്. അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഡെഡ് ബോഡി തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവം. അതെന്തായാലും ഈ അവസരത്തിൽ ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, ഈ വീഡിയോ ഷെയർ ചെയ്യുക. എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ ഗുണം ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. അധികാരികൾ അറിയണം ഈ കൊള്ള പരിപാടി. ഇവിടെ നമ്മുടെ ജില്ലാ ആശുപത്രി നടക്കുന്ന ഫ്രീസറിൻ്റെ പ്രശ്നവും ഈ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് 4 ഫോട്ടോ, വീണ്ടും പറയാം, 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ 150 രൂപ എടുത്താൽ കിട്ടും. ആ സ്ഥലത്ത് 2000 രൂപയ്ക്ക് 4 കുഞ്ഞൻ ഫോട്ടോ എടുത്ത് പോലീസ് അധികാരികൾ കൊടുക്കുന്നതിന് വേണ്ടി 2000 രൂപ മേടിക്കുന്ന അവസ്ഥയും. ഇത് ഇവിടെ നിൽക്കണം. ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പൊതുജാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്ന സംഭവം. തീർച്ചയായിട്ടും ഇത് അധികാരികൾ അറിയട്ടെ. ഈ കൊള്ളത്തരം ഇനി ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.